നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 for mod x less than 1 and equal to 0, otherwise hence show that integral 0 to infinity sin omega by omega d omega is equal to pi by 2. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഫോർ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1. മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ മോഡ് മാറ്റുന്നത് എങ്ങനെയാണ്? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അപ്പോൾ ഇവിടെ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, -1 to 1 ആണ് നമ്മുടെ ലിമിറ്റ്സ്. ഓക്കെ, സോ ഫംഗ്ഷൻ എന്താണ്? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണ് ഇവിടെ. ഫംഗ്ഷൻ ഈസ് കോൺസ്റ്റൻറ്റ് 1. സോ ദിസ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് നമുക്ക് ഈവൻ ഫംഗ്ഷൻ ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഈവൻ ആയതുകൊണ്ട് സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ ഫംഗ്ഷൻ ആയത് കാരണം നമ്മൾ ഏത് ട്രാൻസ്ഫോമാണ് യൂസ് ചെയ്യേണ്ടത്? ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ഫംഗ്ഷൻ ഈവൻ ആയത് കാരണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. വി യൂസ് ഫോറിയർ. So we use Fourier cosine transform. Okay, അപ്പോൾ Fourier cosine transform formula എന്താ? fc omega is equal to root of 2 by pi integral 0 to infinity f of x into cos omega x dx. ഇതാണ് നമ്മുടെ ഫോർമുല. സോ ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to infinity. അപ്പോൾ 0 to infinity എന്ന് പറയുമ്പോൾ ലോവർ ലിമിറ്റ് എപ്പോഴും 0 തന്നെ. അപ്പർ ലിമിറ്റ് എന്താകും? അപ്പർ ലിമിറ്റ് ഈസ് 1 അല്ലേ? ഇവിടുത്തെ മോഡുലസ് മാറ്റുമ്പോൾ -1 to +1 ആണ്. പക്ഷേ നമ്മൾ 0 to infinity ആണ് ഫോർമുലയിൽ വരുന്നത്. സോ 0 to 1 വി ഹാവ് എഫ് ഓഫ് എക്സ് ഈസ് 1 ഇൻറ്റു കോസ് ഒമേഗ എക്സ് dx. So this is equal to root of 2 by pi into integral of cos omega x is sin omega x divided by omega within the limits 0 to 1. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. എക്സിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ sin omega by omega നമുക്ക് കിട്ടും. This is equal to root of 2 by pi into sin omega divided by omega. അപ്പോൾ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കിട്ടി. ഇനി നമുക്ക് ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനും വേണം. പിന്നെ എന്താ വേണ്ടത്? ഇത് കൂടെ നമുക്ക് സോൾവ് ചെയ്യണം. ഇതും കൂടെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ സൈഡിലോട്ട് എഴുതി വയ്ക്കാം. 0 to infinity sin omega ഡിവൈഡഡ് ബൈ ഒമേഗ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു പൈ ബൈ 2. ഇത് നമുക്ക് ലാസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി ഫോറിയർ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണാം. അപ്പോൾ ഇൻവേഴ്സ് സൈൻ ട്രാൻസ്ഫോമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഫോമിൽ നമുക്ക് എഴുതാം. നൗ ഇൻവേഴ്സ് Fourier cosine transform. Cosine transform is f of x is equal to square root of 2 by pi integral 0 to infinity fs omega cos omega x d omega. ഫോർമുല എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൂട്ട് ഓഫ് 2 by pi ഇൻറ്റഗ്രൽ 0 to infinity. നമ്മളിവിടെ ഒരിക്കലും ലിമിറ്റ് മാറ്റരുത്. ഇൻവേഴ്സ് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമ്മൾ ഈ ലിമിറ്റ് അവിടെയുള്ള ലിമിറ്റ് ഫോർമുലയിലുള്ള ലിമിറ്റ് തന്നെയാണ് പ്രോബ്ലത്തിലുള്ള. ഇവിടുത്തെ 1 ഒന്നും നിങ്ങൾ മാറ്റി കൊടുക്കരുത്. 0 to infinity എഫ് എസ് ഒമേഗ ഈസ് റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. So this constant is taken outside. We get 2 by pi into integral 0 to infinity sin omega by omega into cos omega x d omega. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ കാണിക്കണം. അതിനായിട്ട് നമ്മൾ ദിസ് ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു ഈ 2 by pi നമ്മൾ അപ്പുറത്തെ വശത്തോട്ട് കൊണ്ടുപോകും. സോ പൈ ബൈ 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് വരും. ഈക്വൽ ടു therefore integral 0 to infinity sin omega by omega into cos omega x d omega is equal to this pi by 2 is taken outside taken towards the LHS. So we get pi by 2 into f of x. Now the value of f of x is 1. f of x ന് 1 എന്നൊരു വാല്യൂ മാത്രമേ ഉള്ളൂ. മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 സോ 1 കൊടുക്കുമ്പോൾ പൈ ബൈ 2 എന്ന വാല്യൂ കിട്ടി. ഇത് മോഡ് എക്സ് ലെസ് ദാൻ 1 ഇനി നമ്മൾ നോക്കുന്നത്, നമുക്ക് തന്നിട്ടുള്ളത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ഇൻ മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു, ഈക്വൽ ടു 0 അതർവൈസ്. ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത്, ക്വസ്റ്റ്യന് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ മോഡ് എക്സ് ലെസ് ദാൻ 1 ഞാൻ പറഞ്ഞു -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു.
-1നും +1നും ഇടയ്ക്കുള്ള വാല്യൂസാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഈക്വൽ ടു എന്ന് തന്നിട്ടില്ല. അപ്പോൾ ഈക്വൽ ടു തരികയാണെങ്കിൽ നമ്മൾ ദിസ് ഈസ് ഈക്വൽ ടു എന്നിങ്ങനെ കൊടുക്കും. അപ്പോൾ വണ്ണിലെ വാല്യൂവും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ടായിരിക്കും. പക്ഷേ ലെസ് ദാൻ എന്ന് മാത്രമേ ഉള്ളൂ. സോ 1 ഇതിനകത്ത് വരുന്നില്ല. x=1 ഈസ് എ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് വരുന്നത്. 1 ഇവിടെ ഈക്വൽ ടു ഇല്ലാത്ത കാരണം 1 ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. അപ്പോൾ x=1ലെയും കൂടെ കണ്ടുപിടിക്കുകയാണ്. അറ്റ് x=1 ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ്. അവിടുത്തെ ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് f(x)=f(1 + f(1 + /2). ഇത് നമ്മൾ ഫോറിയർ സീരീസിൽ ഈ ഫോർമുല പഠിച്ചിട്ടുണ്ട്. പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിയിൽ നമ്മൾ ഈ ഫോർമുല പഠിച്ചിട്ടുണ്ട്. അപ്പോൾ f(1 - എന്ന് പറയുമ്പോൾ ലോവർ ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് വരുന്നത്. -1 to x വാല്യൂ ആണ്. അപ്പോൾ അവിടെ നമുക്ക് വാല്യൂ 1 ആണ് ഫംഗ്ഷൻ്റെ വാല്യൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 + f(1 + എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ. f(1 + എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ മീൻസ് 1 കഴിഞ്ഞിട്ടുള്ള വാല്യൂ അതെല്ലാം 0 ആണ്. സോ ദിസ് ഈസ് 0/2. ദിസ് ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ x=1 ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ഫംഗ്ഷൻ വാല്യൂ 1/2 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് എല്ലാ പ്രോബ്ലത്തിലും ചെയ്യണമെന്നില്ല, ഇവിടെ ചെയ്തു കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ലാസ്റ്റ് ഇൻ്റഗ്രൽ കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഇൻ്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് വേണമെങ്കിൽ ഫംഗ്ഷൻ്റെ ഒരു പ്രാവശ്യം കൂടെ എഴുതാം. therefore f(x) = നമുക്കിങ്ങനെ കിട്ടി. f(x) = 1 for modulus of x less than 1, 1/2 for x equal to 1 and equal to 0 for otherwise. ഇങ്ങനെ നമുക്ക് ഫംഗ്ഷൻ വാല്യൂ ഒരു പ്രാവശ്യം കൂടെ വേണമെങ്കിൽ എഴുതാം ഇത് കണ്ടുപിടിച്ചത്. നൗ നമ്മൾ ഫോറിയർ ഇൻവേഴ്സ് ട്രാൻസ്ഫോം നമ്മളിത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയാൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഇത് എങ്ങനെയാണ്? ഇവിടെ sin ω/ω dω is equal to π/2 എന്ന് വരുന്നു. ഇവിടെ നമുക്ക് sin ω/ω cos ωx dω എന്നാണ്. അപ്പോൾ ഈ ഇൻ്റഗ്രലിൽ ഇവിടെ ഇല്ലാത്തത് cos ωx ആണ്. അപ്പോൾ ഈ cos ωx പോകണമെങ്കിൽ എക്സിന് എന്ത് വാല്യൂ ആണ് കൊടുക്കേണ്ടത്? എക്സിന് നമ്മൾ കൊടുക്കേണ്ട വാല്യൂ 0 ആണ്. x=0 കൊടുത്താൽ cos 0 becomes 1. അപ്പോൾ ഇത് വാനിഷ് ആകും. സോ പുട്ട് x = 0 in ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇൻ ഇക്വേഷൻ 1 therefore we get നമുക്ക് എന്താ കിട്ടുക? we get integral 0 to infinity sin ω/ω dω is equal to π/2. അപ്പോൾ ആ റിസൾട്ടും നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് കൊസൈൻ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യുന്ന ഫോറിയർ ട്രാൻസ്ഫോം പ്രോബ്ലം. നമുക്കിനി ഒരു ചെറിയൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. സൈൻ ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്തില്ല. അപ്പോൾ നോക്കിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് f(x) = 3x in 0 less than x less than 6. ചെറിയ പ്രോബ്ലമാണ്. സൈൻ ട്രാൻസ്ഫോം ഫോർമുല ട്രാൻസ്ഫോം മാത്രം കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എന്താണെന്ന് നമുക്കറിയാം. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഈസ് fs(ω) is equal to √2/π integral 0 to infinity f(x) into sin ωx dx. ഇതാണ് സൈൻ ട്രാൻസ്ഫോം ഫോർമുല. സോ ദിസ് ഈസ് ഈക്വൽ ടു √2/π ഇൻറ്റു നമ്മുടെ ഇൻ്റഗ്രൽ ലിമിറ്റ് എന്താ? 0 to 6 ആണ്. ഇൻ്റഗ്രൽ 0 to 6 f(x) is 3x ഇൻറ്റു sin ωx dx. ദിസ് ഈസ് ഈക്വൽ ടു √2/π ഇൻറ്റു നമുക്കിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാം 3 is a constant. അപ്പോൾ 3 നമുക്ക് പുറത്തെടുക്കാം. 3 ഇൻറ്റു √2/π 3 ഇൻറ്റു √2/π ഇൻറ്റു എക്സ്. ഫസ്റ്റ് എക്സും രണ്ടാമത് sin ωx. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മുടെ ഫോർമുല നമുക്കറിയാം. നമ്മുടെ ഫോറിയർ സീരീസിൽ ഒരുപാട് പ്രോബ്ലം ചെയ്തതാണ്. എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്താ? സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ആണ്. സോ മൈനസ് cos ωx divided by omega minus derivative of this x, that is 1 into integral of cos omega x is sin omega x minus sin under. So minus sin omega x divided by denominator becomes omega square. അല്ലേ? സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗയാണ്. ഇവിടെ ഒമേഗ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒമേഗ. ഇനി അടുത്ത ഇൻ്റഗ്രേഷൻ വേണ്ട, കാരണം ഡിഫറൻസിയേഷൻ ഓഫ് 1 is 0. സോ വി വിൽ സ്റ്റോപ്പ് ഹിയർ ആൻഡ് വി പുട്ട് ദ ലിമിറ്റ്സ് 0 to 6. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു √2/π. ലിമിറ്റ്സ് കൊടുക്കാം. ലിമിറ്റ് കൊടുക്കേണ്ടത് എക്സിനാണ്. അപ്പോൾ ലിമിറ്റ് ഈസ് 6. സോ ദിസ് ബിക്കംസ് 6 ഇൻറ്റു മൈനസ് കോസ് 6 ഒമേഗ ബൈ ഒമേഗ. സോ മൈനസ്
6 cos 6 omega divided by omega. Minus into minus is plus. Plus sin 6 omega. അല്ലേ, sin 6 എക്സിന് 6 കൊടുക്കുമ്പോൾ 6 omega by omega square. Now here it is 0. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ this becomes 0 because here it is x. സോ എക്സിന് കൊടുക്കുമ്പോൾ 0. ഇവിടെ സൈൻ ഒമേഗ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും 0. സോ ലോവർ ലിമിറ്റിലെല്ലാം 0 വരുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു, വേണമെങ്കിൽ 3 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം റൂട്ടിന് പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് 3. അപ്പോൾ നമുക്ക് അകത്തോട്ട് കൊടുക്കാം നമുക്ക്. സോ റൂട്ട് ഓഫ് 2/π ഇൻറ്റു എന്താ വരിക, 3 ഇൻറ്റു 6 ഈസ് 18. സോ മൈനസ് 18 കോസ് 6 ഒമേഗ divided by omega plus 3 into sin 6 omega divided by omega square. വേണമെങ്കിൽ LCM omega square ആക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇല്ലെങ്കിൽ ഇതുവരെ മതി. ഈ സ്റ്റെപ്പിൽ നമുക്ക് നിർത്താം. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രോബ്ലം ആണ്. സൈൻ ട്രാൻസ്ഫോം മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. ഇൻവേഴ്സ് ട്രാൻസ്ഫോമിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഓക്കെ, താങ്ക് യു.